അങ്ങനെ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആക്രമിക്കാൻ ഇബ്നു സിയാദ് കമാൻഡ് ഉത്തരവിടുകയാണ്. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ആ ഒരു ചെറിയ സംഘത്തെ ആക്രമിക്കാൻ ഇബ്നു സിയാദ് കമാൻഡ് ചെയ്യാണ്. അങ്ങനെ ഹിജ്റ 61 മുഹറം 10 ഒരു വെള്ളിയാഴ്ച ദിവസം യസീദിന്റെ സൈന്യം, ഇബ്നു സിയാദിന്റെ സൈന്യം ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെയും സംഘത്തെയും ആക്രമിച്ചു. സ്ത്രീകളും കുട്ടികളും ഉണ്ടായിരുന്ന കൂടാരങ്ങൾ ഇബ്നു സിയാദിന്റെ സൈനികര് തീയിട്ടു. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന മിക്കവരെയും ഇവര് കൊലപ്പെടുത്തി. അഹ്ലുബൈത്തിൽപ്പെട്ടവരൊക്കെ കൊലപ്പെടുത്തി. ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കയറി ആക്രമിക്കാൻ ഇവർക്ക് ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം അത് റസൂലിന്റെ മകനാണ്. ആരെങ്കിലും ഒരാൾ തുടങ്ങി വെക്കണ്ടേ? ആർക്കും അതിനുള്ള ധൈര്യം ഉണ്ടായിരുന്നില്ല. ഈ സൈനികർ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും ഇങ്ങനെ കൂടി, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന്റെ ചുറ്റും ഇങ്ങനെ കൂടി നിൽക്കുകയാണ്. ഇനി എന്താ ചെയ്യേണ്ടത് എന്നുള്ളത് അറിയാതെ അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈനിക തലവൻ ആക്രമിക്കാൻ വേണ്ടി കമാൻഡ് ചെയ്തു. അങ്ങനെ കൂട്ടത്തിലുണ്ടായിരുന്ന ഒരു സൈനികൻ ഒരു കുന്തം കൊണ്ട് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ ആദ്യം കുത്തി. അതൊരു തുടക്കമായിരുന്നു. പിന്നീട് ബാക്കിയുള്ളവരൊക്കെ അമ്പെയ്യാനും ആക്രമിക്കാനും ഒക്കെ തുടങ്ങി.